കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ, ദൈവമേ. മോളെ ഭവാനി, നീ നാട്ടിലാകെ പോയി ഭിക്ഷ എടുത്തിട്ട് വന്നതുകൊണ്ട് മുരുകൻ നാഗരൂപത്തിൽ ദർശനം തന്നല്ലോ. ഭഗപ്രാണോ ജനകീയം പുരാതീനീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രവീത ഉദത്തദ്യോ അഹനാം ഉദ്യോതിതാ മഖവൻ സൂര്യസ അയം ദേവനാം സുമത സൗമയ്യ സ്ദേദനീയം ഭഗവതന്ത സ്വാമദീയ അബീയ ഉദമധീ ഉദ്യോദിനീയ ഭഗ ഏവ ഹോഗാങ് അസർദേവാസ്നേവ വയം ഭഗപ്രണേതർ ഭഗത സത്തദ്രാദോ ഭഗേമം ധിയമുദവാദതന്ന ഭഗപ്രാണോ ജനകീയം പുരാതീനീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രവീത ഉദത്തദ്യോ അഹനാം ഉദ്യോതിതാ മഖവൻ സൂര്യസ വയം ദേവനാം സുമത സൗമയ്യ സ്ദേദനീയം ഭഗവതന്ത സ്വാമദീയ അബീയ ഉദമധീ ഉദ്യോദിനീയ ഭഗ ഏവ ഹോഗാങ് അസർദേവാസ്നേവ വയം ഉദ്യോതിതാ മഖവൻ സൂര്യസ മുത്തശ്ശി, അച്ഛൻ നമുക്ക് മുന്നേ ഇങ്ങോട്ട് വന്നതല്ലേ? പക്ഷെ ഇവിടെ കാണുന്നില്ലല്ലോ. വിഗ്രഹം പ്രതിഷ്ഠ ചെയ്യേണ്ട സ്ഥലത്ത് ഭൂമി പൂജ ചെയ്യേണ്ടതല്ലേ? അതുകൊണ്ട് അവിടേക്ക് പോയി. സ്വാമദ്യോഗ പ്രവീത മഖവൻ സൂര്യസ അയം ദേവനാം സുമത സൗമയ്യ സ്ദേദനീയം ഭഗവതന്ത സ്വാമദീയ അബീയ ഉദമധീ ഉദ്യോദിനീയ ഭഗ ഏവ ഹോഗാങ് അസർദേവാസ്നേവ വയം ഭഗപ്രണേതർ ഭഗത സത്തദ്രാദോ ഭഗേമം ധിയമുദവാദതന്ന ഭഗപ്രാണോ ജനകീയം പുരാതീനീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രവീത ഉദത്തദ്യോ അഹനാം ഉദ്യോതിതാ മഖവൻ സൂര്യസ അയം ദേവനാം സുമത സൗമയ്യ സ്ദേദനീയം ഭഗവതന്ത സ്വാമദീയ അബീയ ഉദമധീ ഉദ്യോദിനീയ ഭഗ ഏവ ഹോഗാങ് അസർദേവാസ്നേവ വയം ഉദ്യോതിതാ മഖവൻ സൂര്യസ അയം ദേവനാം സുമത സൗമയ്യ സ്ദേദനീയം ഭഗവതന്ത സ്വാമദീയ അബീയ ഉദമധീ ഉദ്യോദിനീയ ഭഗ ഏവ ഹോഗാങ് അസർദേവാസ്നേവ വയം ഭഗപ്രണേതർ ഭഗത സത്തദ്രാദോ. ഭവാനി, അർജുനില്ലാതെ ഒന്നും ചെയ്യില്ല എന്നല്ലേ നീ പറഞ്ഞേ? എന്താ അവനോട് ഇവിടെ വരാൻ പറഞ്ഞില്ലേ? ഞാൻ വിളിച്ചതാ, പക്ഷെ വന്നില്ല. എന്താ? എന്താണാവോ അറിയില്ല. ഇപ്പൊ നമ്മൾ മുരുകസ്വാമിക്ക് ചെയ്യേണ്ട പൂജകളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ആ വിഗ്രഹം എടുത്ത് കിഴക്ക് ഭാഗത്തേക്ക് നോക്കി വെച്ചോളൂ. വിഗ്രഹം എടുത്തോളൂ. ശരി സ്വാമി, വരൂ.
ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ. ഇത്രയും ആൾക്കാർ പിടിച്ചിട്ട് പൊങ്ങുന്നില്ല. അതാ എനിക്കും അങ്ങോട്ട് മനസ്സിലാവാത്തത്. ഭഗവാൻ മുരുകൻ നമ്മുടെ ഭക്തിയെ പരീക്ഷിക്കുകയാണെന്ന് തോന്നുന്നല്ലോ തിരുമേനി. ഭക്തി പുരസരം തന്നെയാണ് ഞാൻ പൂജയൊക്കെ ചെയ്തത്. കയറുകൊണ്ട് നോക്കിയാലോ? രാജ്മോഹന്റെ കയ്യിൽ ക്രെയിൻ ഉണ്ട്, അത് വിളിച്ചാലോ നമുക്ക്? അങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ വിഗ്രഹത്തിന് കേടുണ്ടാകും. അത് വേണ്ട. അപ്പോ ഇപ്പൊ എന്താ ചെയ്യാ? അന്നപൂർണ്ണ അമ്മ പറഞ്ഞ പോലെ മുരുകൻ നമ്മോട് പരിഭവത്തിലാണോ എന്തോ? എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? എത്ര പേര് ചേർന്നിട്ട് പൊക്കാൻ കഴിയുന്നില്ലല്ലോ. ദുഷ്ടശക്തികൾ ആക്രമിക്കുമ്പോൾ പാമ്പുകൾക്ക് മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രീ മുരുകൻ നാഗഗണത്തെ മുഴുവൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. ശ്രീ മുരുക ഭഗവാനെ ഞങ്ങൾ നാഗഗണങ്ങൾ എന്നും ആരാധിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ശ്രമിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് തോന്നുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും തിരുമേനി? എങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞങ്ങൾ വരുന്ന വഴിക്ക് അടിപറ്റി ആവശ്യമായിട്ടാ കിടന്നിരുന്നത്. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ മല്ലിയെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പാല് കുടിച്ചിട്ട് നിങ്ങൾ ഉറങ്ങിക്കോ. ഡോർ ക്ലോസ് ചെയ്തോ? നമ്മൾ എഴുന്നേക്കുന്നതിന് മുമ്പേ അവര് പോയി കാണുമോനെ. അതിനൊരു സാധ്യതയില്ല. നമ്മളെല്ലാരും ഉറങ്ങുമ്പോൾ അവര് പോകാൻ പ്ലാൻ ഇട്ടു. രാത്രി അവർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അതുകൊണ്ട് ഞാൻ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതാ. പൂട്ടിയതിനു ശേഷം അവരെങ്ങനെ പുറത്തു പോകാനാ മുത്തശ്ശി? ഈ വിഗ്രഹം എടുക്കാനായി ഞാൻ സഹായിക്കാം. നമ്മൾ ഇത്രയും പേര് ചേർന്ന് പിടിച്ചിട്ട് പൊങ്ങാത്തത് നീ ഒറ്റയ്ക്ക് പിടിച്ച് വെക്കുന്നാണോ? നീ എന്താ വലിയ ബാഹുബലിയാണോ? ഒന്ന് പോവാൻ നോക്ക്. ഒരു തവണ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ എടുക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എന്ന് വെച്ചാ നീ പറഞ്ഞു വരുന്നത് നമ്മളാരും ഭക്തരല്ലാന്നാണോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ ഭക്തിയുടെ ശക്തി എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ശരി, ഒന്ന് ശ്രമിച്ചു നോക്കും മോനെ. ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹനം ഷടാനനം ദാരുണം പരിപുരോരത്നം ഭാവം കുക്കുടോദ്ഭുജം സ്കന്ദം ഷൺമുഖം ദേവ ശിവതേജം ദ്വിഷഡ്ഭുജം കുമാരസ്വാമി നാഗാന്തം കാർത്തികേയം നമാമ്യഹം. सर्वयज्ञकरुणाकर षण्मुखस्य परं स्तोत्रं पावनं पापनाशनम् ॐ श्रीं स्वामिनाथगुरवे नमः. श्री सुब्रह्मण्याय नमः. श्री सुब्रह्मण्याय नमः.
എവിടെ വെക്കണം തിരുമേനി? കിഴക്ക് ദിക്ക് നോക്കി ഇവിടെ വെക്ക് മോനെ. സ്വാമിനാഥ ഗുരവേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ആരാ കുഞ്ഞു നീ? നാട് മുഴുവൻ അറിയാനായിട്ട് ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല സ്വാമി. സത്യഭാമ അവളുടെ കയ്യിലുള്ള സ്വർണങ്ങളെല്ലാം ചേർത്ത് തുലാഭാരത്തിൽ വെച്ചിട്ട് പോലും രുക്മിണി ദേവി ഭയഭക്തിയോടെ തൊഴുത് വെച്ച ആ തുളസി ഇലയുടെ അടുത്ത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇഷ്ടത്തോടെ വന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഭക്തി എന്ന് കരുതിയിരിക്കുന്ന ഈ അജ്ഞാനത്തെ യഥാർത്ഥത്തിൽ ശരിയായ ഭക്തി എന്താണെന്ന് കാണിച്ച് നീ ഞങ്ങളുടെ മനസ്സ് തുറപ്പിച്ചു മോനെ. നിന്നെപ്പോലെ വളരെ ഭക്തിയുള്ള ഒരാളിനെ കണ്ടതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. നമസ്കാരം മോനെ. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. എല്ലാം നന്നായി നടക്കട്ടെ. നിൽക്ക്. നിങ്ങൾ മല്ലിയുടെ സുഹൃത്ത് നകുലനല്ലേ? അയ്യോ, ആരാണെന്ന് കണ്ടുപിടിച്ചല്ലോ. ഇനി ഞാനിപ്പോ എന്താ ചെയ്യുക? അതെ അതെ. നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അവളുടെ അടുത്ത് വഴക്ക് കൂടി അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ നിങ്ങള്? എന്തിനാ അടിച്ചത്? കാട്ടിനുള്ളിലേക്ക് പോയി വിറകെടുത്തിട്ട് വരാൻ എന്നോട് പറഞ്ഞു. ആണായ നിങ്ങൾക്ക് പോയി എടുത്താൽ എന്താ, പെണ്ണായ ഞാൻ തന്നെ പോണോന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ എന്താ തെറ്റ്? എന്നോട് എതിർത്ത് സംസാരിക്കണോന്ന് പറഞ്ഞ് അത് എന്നെ അടിച്ചു. മല്ലി എന്റെ ജീവനാണ്. ഞാൻ എന്തിനാ അവളെ ഇറക്കി വിടണം? അവൾക്ക് ശാപം കിട്ടി നാഗലോകത്ത് നിന്ന് പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വീട്ടിൽ കയറാൻ വേണ്ടി അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഭഗവാനോട് നിങ്ങൾക്ക് ഇത്രയധികം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾ എന്താ അറിയാതെ പോയത്? തെറ്റ് സംഭവിച്ചു പോയി. എന്റെ മല്ലിയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സമയമായി. ഞാൻ കൊണ്ടുപോയിക്കോളാം. ശരിയെന്നാ. പ്രണേതർ ഭഗത സപ്തദ്രാദോ ഭഗേമം ധിയമുദവാദതന്ന ഭഗപ്രാണോ ജനകീയം ഉദാദീനീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രവീത ഉദത്തദ്യോ അഹനാദ്യോദിതാ മഖവൻ സൂര്യസ്സ വയം ദേവനാം സുമത സൗമൈക്യ സുദേജനീയം ഭഗവതന്ത സ്വാമീയ അതീയ ഉദമതീയ ഭഗ ഏവ ഹോകാംഗ അസർദേവാസ്നേവ വയം ഭഗപ്രണേതർ ഭഗത സപ്തദ്രാദോ ഭഗേമം ധിയമുദവാദത. അതെ കൃഷ്ണനാഥ പണിക്കരെ, പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കയ്യിലെടുത്ത് കൊടുക്കൂ. ഉദ്യോദിതാ മഖവൻ സൂര്യസ്സ വയം ദേവനാം സുമത സൗമൈക്യ സുദേജനീയം ഭഗവതന്ത സ്വാമതീയ അതീയ ഉദമതീയ ഭഗ ഏവ ഹോകാംഗ അസർദേവാസ്നേവ വയം ഉദ്യോദിതാ മഖവൻ സൂര്യസ്സ വയം ദേവനാം സുമത സൗമൈക്യ സുദേജനീയം ഭഗവതന്ത സ്വാമതീയ അതീയ ഉദമതീയ ഭഗ ഏവ ഹോകാംഗ അസർദേവാസ്നേവ വയം ഭഗപ്രണേതർ ഭഗത സപ്തദ്രാദോ ഭഗേമം ധിയമുദവാദതന്ന ഭഗപ്രാണോ ജനകീയം ഉദാദീനീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രവീത ഉദത്തദ്യോ അഹനാം ഉദ്യോദിതാ മഖവൻ സൂര്യസ്സ വയം ദേവനാം സുമത. അതെ, ഒന്ന് നോക്കിയ കൃഷ്ണനാഥ പണിക്കരെ, ഭൂമിയിൽ നിന്ന് കിട്ടിയ ശ്രീ സുബ്രഹ്മണ്യന്റെ വിഗ്രഹത്തെ സുബ്രഹ്മണ്യന്റെ ഷഷ്ടിയായ ഇന്ന് പ്രതിഷ്ഠ ചെയ്യാൻ പോവുകയാണ്. ഗ്രാമത്തലവനായ അങ്ങ് സ്വാമിക്ക് നിങ്ങളുടെ കൈകൊണ്ട് ആദ്യത്തെ പൂജ ചെയ്യോ? നിങ്ങൾ പോയി ആ വിഗ്രഹം ഇങ്ങ് എടുത്തുകൊണ്ട് വരുമോ?
ഓം ശുക്ലാംഭരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായം. മോളെ ഭവാനി, നിന്റെ അച്ഛന്റെ കൈകൊണ്ടാണ് ആദ്യത്തെ പൂജ. അതുപോലെ നിന്റെ കൈകൊണ്ട് തന്നെ ആദ്യത്തെ നിവേദ്യവും. അതിനുള്ള കാര്യങ്ങൾ ചെയ്. ശരി മുത്തശ്ശി. ചെല്ല്. അതെ, അവളത് അവിടെ തന്നെ ഉണ്ട്. നീ പോ. ഞാനെന്തെങ്കിലും സഹായിക്കണോ? സാറിയില്ല ചേച്ചി. അത് സാരില്ല, ഞാൻ കുട്ടിയെ സഹായിക്കാം. ഭഗപ്രാണോ ജനകീയം പ്രാദേശീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രവീത ഉദത്യോ അഹനാം